ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വീണ്ടും ഒരു കുട്ടി വ്ളോഗുമായി വന്നിരിക്കുകയാണ്. ഇത് രാവിലെയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലാണ്. ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഉമ്മ എണീറ്റ് വന്നിട്ട് ഫ്രഷപ്പായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ആട്ടദോശ ഉണ്ടാക്കാൻ ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞായിരിക്കുമല്ലേ നിങ്ങൾക്കൊക്കെ മനസ്സിലാവാം. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാളിതാ ഉറങ്ങി എഴുന്നേറ്റ് ഉമ്മ എന്ന് വിളിച്ചിട്ട് ഞാൻ അവളെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഉറങ്ങി എണീക്കുന്നതേ ഉള്ളൂ. സമയം ഇവിടെ 7 മണിയായി. അപ്പോൾ അവൾ ഉറങ്ങി എണീറ്റാൽ എന്നെ കാണണം, എന്ന് വിളിക്കും. ഞാൻ വന്നാലേ അവളെ എഴുന്നേൽക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ദോശ ചുടാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങി. ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗായ്സ്, നമുക്ക് പോയി നോക്കാം അവിടെ എന്താ ചെയ്യുന്നതെന്ന്. ഭക്ഷണം ഞാൻ ഉണ്ടാക്കി അവർക്കെല്ലാം കൊണ്ടു കൊടുത്തു. ബാപ്പ അവിടെ ഇരുന്ന് ദോശ കഴിക്കുന്നുണ്ട്. ഇസ ബേബി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഉമ്മ ഗുളിക കഴിക്കാന്ന്. ഉമ്മക്ക് ഒരുപാട് ഗുളികകൾ കഴിക്കാണ്ട് കേട്ടോ ഗായ്സ്. നമുക്ക് ഒരുപാട് ഗുളികകൾ കഴിക്കാനുണ്ട്. തൈറോയ്ഡുണ്ട്, ശ്വാസമുട്ടലിൻ്റെ പ്രശ്നമുണ്ട്, മുട്ട് തേയ്മാനമാണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അത് ഞാനിതിൽ കൊടുത്തില്ല ഗ്യാസ്. ഒരുപാട് ഗുളികകളുണ്ട് കേട്ടോ. കാണുമ്പോൾ പാവം തോന്നും. എന്താ ചെയ്യുക, അസുഖം വന്നാൽ നമുക്ക് ഗുളിക കഴിച്ചല്ലേ പറ്റൂ അല്ലേ. ഇപ്പം നമ്മളെല്ലാവരും ചായ കുടിക്കുകയാണ്. ദോശയാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ അടുത്ത പരിപാടി തുടങ്ങി.
എന്താ പരിപാടി? ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യണോ? ആളുകൾ വിചാരിക്കും നിങ്ങളെ ഞാൻ സഹായിക്കുന്നില്ല, എല്ലാം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാന്ന് വിചാരിക്കും കേട്ടോ. മക്കളൊന്നും ചെയ്യാതെ അമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്യാന്ന് വിചാരിക്കും. നിങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് അവർക്ക് ആർക്കും അറിയില്ലല്ലോ. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുന്നതല്ലേ, വന്നാലേ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുള്ളൂ. അതുവരെ ഞാൻ എടുക്കാം. മക്കൾ വന്നു വിചാരിച്ചിട്ട് എൻ്റെ പണി അവിടെ വെക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും എൻ്റെ മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ലല്ലോ. കുറേ കാലത്തിനെ കൊണ്ടുള്ള എന്തെങ്കിലും ഇത്തിരി പണിയെടുത്താൽ കെതുപ്പ് കൂടുതൽ, പിന്നെ നിൽക്കാൻ പറ്റുമോ? കാല് കൊയ്യുക. നട്ടല്ലീനാണെങ്കിൽ വേദന ചതുക്കും. 2 മുട്ടൻകാലാണെങ്കിലും അടിച്ചു പോയി. രാമാനം വന്നിട്ട് പോയി. ഇത്തിരി പണിയെടുക്കാനാകുമ്പോഴത്തേന് പിന്നെ എനിക്ക് ആരെ കൊയ്യണം, ഇരിക്കണം. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോഴെങ്കിലും പേരുടെ മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എനിക്ക് വലിയ ബേജാറാണ്. ആവൂല, മതിയായി. കഴിഞ്ഞാ ജോലി കഴിഞ്ഞാ? ആ, അത്യാവശ്യം കഴിഞ്ഞു. ഇന്നത്തെ കഴിഞ്ഞ് ഞാൻ കറി ഒന്ന് തേങ്ങ അരച്ചിട്ടിയാൽ കറി ഒന്ന് വെക്കണം. മതിയായി. ഇനി അടുത്ത ആളെ പരിപാടി എന്താന്ന് അറിയണ്ടേ? ഇവിടെ ഒരാൾ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ? ഹലോ, എന്താ പരിപാടി? നിങ്ങളെ കൊച്ചിനെ സ്കൂളിലാക്കാൻ പോവാ? ഓ ശരി. കൊച്ചെവിടെ? പുറത്ത് കളിച്ചോണ്ടിരിക്കണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ അവളെ ബാഗ് പാക്ക് ചെയ്യാ, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള. ഓക്കെ. ഇതെന്താ താഴെ? ബെഡിലൊന്നും ആക്കരുത് കേട്ടോ. ഓക്കെ. പുറത്ത് മോളുണ്ടോ? പുറത്ത് മോളെവിടെ? നിങ്ങളെ മകളെവിടെ? കുളിക്കണ്ടേ നിങ്ങക്ക്? എവിടെ? ഞാനാണോ നിങ്ങളെ മകൾ? ഓ മൈ ഗോഡ്. ഓക്കെ, അവള് കളിക്കാണ്. ഇത് എൻ്റെ ഉപ്പയുടെ വണ്ടി. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്, അലക്കാനുണ്ട്, പരിപാടിയൊക്കെ നടക്കണം. ഇന്ന് ചെറിയ മടി പിടിച്ചിരിക്കുന്നു ഞാൻ. കിച്ചണിലെ ജോലിയൊക്കെ ഉമ്മ ചെയ്തു. അപ്പോൾ എൻ്റെ അലക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ വിരിച്ചിടാണ്. ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട്, ഉണങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണേ. എൻ്റെ ഈ കുട്ടി ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നിങ്ങൾക്ക് ഞാൻ എന്ത് വീഡിയോ ആണ് ഇടേണ്ടതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതേപോലത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്.